ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ യൂണിറ്റ് ആണ്. ആസ് യു ഓൾ നോ, യൂണിറ്റ് 3 ലോവർ വാല്യൂസ്. ഈ യൂണിറ്റിൽ നമുക്ക് എല്ലാ യൂണിറ്റിലെ പോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് by A.J. Cronin, anecdote. The second one, the danger of a single story. Then a poem, the ballad of Father Gilligan. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ യൂണിറ്റ് കൊണ്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ മിസ് ചോദിക്കട്ടെ, എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അല്ലേ? മിസ് പെട്ടെന്ന് ഓടി വന്ന് പഠിപ്പിക്കാന്നൊന്നും ആരും ഓർക്കണ്ട. മിസ് ആരും മറന്നിട്ടില്ല, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ The best investment I ever made, നമ്മുടെ ചാപ്റ്റർ 7 ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അനക്ഡോട്ട് ആണ്. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് റിട്ടൺ ബൈ A.J. Cronin. A.J. Cronin ഒരു ഫേമസ് റൈറ്റർ തന്നെയാണ് ഇംഗ്ലീഷിലെ. സോ ലെറ്റ് us read about A.J. Cronin. Archibald Joseph Cronin, 1896 to 1981. was a Scottish novelist and a physician. His career as a novelist started in 1930 when he was designated with a chronic ulcer and was compelled to take 6 months complete rest. During this time, he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific papers. His first novel was Hayter's Castle, and the most popular being The Citadel. Many of his stories have been adapted to Hollywood movies. So A.J. Cronin എന്ന് പറഞ്ഞ സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്. സ്കോട്ടിഷ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റൈറ്റർ ഫ്രം സ്കോട്ട്ലൻഡ്. സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആണ്. ബൈ പ്രൊഫഷൻ ഹി ഈസ് എ ഡോക്ടർ ആൻഡ് ആസ് എ പാഷൻ ഹി ഈസ് റൈറ്റിംഗ്, എഴുതുന്നുമുണ്ട്. സോ ഈ A.J. ക്രോണിൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ്, പീസ് ഓഫ് റിയൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡി അല്ലേ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ? ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തോ. പേജ് നമ്പർ 76, 77 ആണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോറി വായിച്ചു തുടങ്ങാണ് കേട്ടോ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. On the second day out from New York, while making a round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest, to avoid the tedium of casual and importunate ship-aboard contacts. I gave no sign of having noticed the man. Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching defiance. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence of a serious and reserved disposition. At this point, the bugle sounded for dinner, and I went below. Okay, so this is the experience of A.J. Cronin. A.J. Cronin അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യമാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? സോ ഹി വാസ് ഇൻ എ പ്രൊമിനേഡ്. അദ്ദേഹം ഇങ്ങനെ വെറുതെ നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുമല്ലോ. ഹി വാസ് ഓൺ എ പ്രൊമിനേഡ്, വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളിൽ വെച്ചിട്ട്, ന്യൂയോർക്കിൽ വെച്ചാണ്, അവിടെയുള്ള ആളുകളിൽ വെച്ചിട്ട് ഒരാൾ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരാൾ തന്നെ നമ്മളെ ഇങ്ങനെ പ്രത്യേകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊരു മുഷിച്ചിൽ തോന്നും അല്ലേ? TDM എന്ന് പറഞ്ഞാൽ മുഷിച്ചിലാണ്. അപ്പോൾ അത് നമ്മുടെ ഓഥറിന് A.J. ക്രോണിന് തോന്നി. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച്, കാണാത്ത പോലെ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് നടന്നുപോയി. അപ്പോൾ ഈ നോക്കിയ ആളെ കാണാൻ എങ്ങനെയാണ്? ഹി വാസ് അറ്റ് ഹിസ് 40s, ഏകദേശം 40-നോടടുത്ത പ്രായം വരുന്ന ഒരു ജെന്റിൽമാൻ ആണ് ഈ നോക്കി നിന്നത്. ആൻഡ് ഹി വാസ് എ ഫെയർ കോംപ്ലക്ഷൻ, നല്ല വെളുത്തിട്ട് ബ്ലൂ ഐസ് ഉള്ള ഒരു ആളാണ്. നല്ല സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് അത് ജെന്റിൽ ലുക്കാണ്, വളരെ ശാന്തമായ ഒരു ജെന്റിൽ ലുക്കാണ്, ഒരു നൈസ് ജെന്റിൽമാൻ
അദ്ദേഹമാണ് നമ്മുടെ ഓഥറിനെ അല്ലെങ്കിൽ നറേറ്റർ എ.ജെ. ക്രോണിനെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നോക്കുന്നത് ആരാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് എ.ജെ. ക്രോണിന് ഒരു മുഷിച്ചിലൊക്കെ തോന്നി. എന്നിരുന്നാലും ആ സമയത്താണ് എന്താണ് ഡിന്നർ ടൈമിനുള്ള ടൈം സൗണ്ടായി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് അദ്ദേഹം ഡിന്നറിന് പോകാനായിട്ട് ശ്രമിച്ചു. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തോ ഒരു സംഭവത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ്. ഒരാൾ നമ്മുടെ റൈറ്ററിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, ആരാണെന്ന് അറിയാത്തത് കൊണ്ട് അദ്ദേഹം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? എല്ലാ കൂട്ടുകാർക്കും എളുപ്പമാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തോ. നമ്മൾ നെക്സ്റ്റ് പേജ് തൊട്ടാണ് ഇനി വായിക്കുന്നത്. പേജ് 78. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chain. Now a lady was with him, obviously his wife. A situation by this time had begun intrigue me. I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London. When another day passed without event, I began to feel certain that Mr.'s would remain too shy to carry out his obvious desire to approach me. However, on our final evening at sea, Mrs. decided the matter. With a firm pressure on his hand and a whispered word in his ear, she urged her husband towards me as I passed along the deck. Okay. So, ഇപ്പോൾ നമുക്ക് കഥയുടെ ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ആയി. എന്താണ്, ഇവരെല്ലാവരും എവിടെയാണുള്ളത്? അവരൊരു ഷിപ്പിലാണ്, ഒരു സീ വോയേജിലാണ്. ഓക്കെ, അപ്പോൾ ആ ദിവസം നെക്സ്റ്റ് ദിവസം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വീണ്ടും അവരെ കണ്ടു. പക്ഷെ എന്താണ്, ഇത്തവണ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയി എ.ജെ. ക്രോണിന്. എന്താണ്, അവർക്ക് എന്തോ ഇദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. പക്ഷെ സ്വാഭാവികമായും ഒത്തിരി കാലങ്ങൾ കൂടി കാണുന്ന ഒരാളെ എന്ത് പറഞ്ഞ് പരിചയപ്പെടും എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആൻഡ് ഇത്തവണ a lady was with that man. Obviously she was his wife. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അത് മനസ്സിലായി എ.ജെ. ക്രോണിന്. സ്റ്റുവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പറാണ് ഷിപ്പിലെ. സ്റ്റുവേർഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ മിസ്റ്റർ ആൻഡ് മിസ്സസ് ആണ്, ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവർ പിന്നെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഓഥറിന് മനസ്സിലായി, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ച് എ.ജെ. ക്രോണിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ്. "Excuse me, doctor. I wonder if I might introduce myself." He spoke almost breathlessly, offering me the visiting card he held on his hand and studying my face to see if the name meant anything to me. Then, as it plainly did not, he went to the same awkwardness. "If you could spare a few minutes, my wife and I would like to have a word with you." So അയാൾ എക്സ്ക്യൂസ് മീ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അപ്പോൾ പേര് കാണുമ്പോൾ ഒരു പക്ഷേ ഡോക്ടർക്ക് മനസ്സിലായെങ്കിൽ, ഡോക്ടർ മീൻസ് ആരാണ്, നമ്മുടെ റൈറ്റർ എ.ജെ. ക്രോണിൻ. സോ ഹീസ് എ ഫിസിഷ്യൻ, റൈറ്റ്? അതുകൊണ്ടാണ് ഡോക്ടർ എന്ന് വിളിച്ചത്. നമ്മൾ ഓഥറിനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ എക്സ്ക്യൂസ് മീ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. എന്തിനാണ്? ഇദ്ദേഹത്തിൻ്റെ പേര് കാണുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് അല്ലേ? അപ്പം വന്നിട്ടില്ല എന്ന് ഡോക്ടറിൻ്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി, ഓർമ്മ വന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് പറയാണ്, സമയമുണ്ടെങ്കിൽ could you please give some time to speak within us? കുറച്ച് സംസാരിക്കാൻ കുറച്ച് സമയം തരാമോ എന്ന് ആര് ചോദിച്ചു? ഈ മനുഷ്യൻ, 40 അടുത്ത് പ്രായമുള്ള ഈ മനുഷ്യൻ ആരോടാ ചോദിക്കുന്നത്? എ.ജെ. ക്രോണിനോട് ചോദിച്ചു. ഓക്കെ, സോ 5th പാരഗ്രാഫാണ് വായിക്കുന്നത്. "A moment later, I was occupying the vacant chair beside them. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for the young people there. Afterwards, they had visited settlement houses in New York and other cities to study the methods employed in dealing with the cases of backward, maladjusted and delinquent youth." സോ അവരെന്താണ് പറഞ്ഞത്? അവർ അമേരിക്കയിലേക്ക് ആക്ച്വലി അവരുടെ ഒരു ഹോളിഡേ ട്രിപ്പ് പോലെയൊന്നൊന്നുമല്ല. അവരെന്തിനു വേണ്ടിയാണ് വരുന്നത്? അവർ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലേക്ക് വന്നിട്ട് അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്?
യൂത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് യൂത്തിൽ തന്നെ യുവാക്കളായിട്ടുള്ള ആളുകളിൽ കുറ്റവാസനകളും പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകും. അപ്പം അതിൽ നിന്നൊക്കെ അവരെ മാറ്റിയെടുത്ത്, ബാക്ക്വേർഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പുറന്തള്ളപ്പെട്ട് നിൽക്കുന്നവർ, മാൽ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഹാവ് ദ പ്രോബ്ലം ടു അഡ്ജസ്റ്റ്, മറ്റുള്ളവരുമായിട്ട് സൊസൈറ്റിയിലെ ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ. ഡെലിക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി ഒരു ക്യാമ്പൊക്കെ നടത്തി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റേഴ്സിനെ പോലെയാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് പർപ്പസ് ദേ ഹാവ് വിസിറ്റഡ് അമേരിക്ക. അതിനു വേണ്ടിയാണ് അവർ അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നത്. അത് അവർ ഡോക്ടറോട് പറയുകയും ചെയ്തു. ഓക്കെ, the 6th paragraph. There was in his voice and manner, indeed in his all personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the courts, found time to act as a director of a charitable organization devoted to the care of boys and girls, mostly from city slums who had fallen under the ban of the law. സോ അത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് എ ജെ ക്രോണിൻ വാസ് മച്ച് മോർ ഇംപ്രസ്ഡ് ഇൻ ദ മാൻ. ആ വന്ന് സംസാരിച്ച ആളിലെ എ ജെ ക്രോണിൻ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആയി. സോ ഇംപ്രസ്ഡ് ആയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് മനസ്സിലായി? ബൈ പ്രൊഫഷൻ ഹി വാസ് എ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആണ്. അപ്പം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വളരെ ഡിവോട്ടഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ വർക്ക്? സിറ്റി സ്ലംസിലൊക്കെ താമസിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ്, ബോയ്സിന് വേണ്ടി മാത്രമല്ല, ബോത്ത് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇവർക്ക് വേണ്ടി ഇവരെന്തെങ്കിലുമൊക്കെ പ്രോബ്ലത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്, അല്ലേ? ആളുകളുടെ ഇടയിൽ അവർക്കൊരു അക്സെപ്റ്റൻസ് കുറവായിരിക്കും, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നേ? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇവർ വർക്ക് ചെയ്യുകയാണ്. അവരെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, അവരുടെ ഡിപ്രഷനൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഫിസിക്കലി ആൻഡ് മെൻ്റലി സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹവും വൈഫും കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്ത് വരികയാണ്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. അവരുടെ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആണ്. അത് കൂടാതെ അവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ വർക്കാണ് ഈ സാമൂഹിക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എ ജെ ക്രോണിനെ മീറ്റ് ചെയ്യാമെന്ന ആരാണ്? ഒരു സോഷ്യൽ മാൻ ആണ്. ഓക്കെ, ഒരു സോഷ്യൽ സർവീസ് മാൻ ആണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ സ്റ്റോറി? ആരാണ് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരാണ്, എന്തിനാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന് നമുക്കറിയില്ല, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാം. ഓക്കെ, ഇതുവരെ അപ്പോൾ മിസ് പറഞ്ഞതെല്ലാം കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, അല്ലേ? ഓക്കെ, so let's continue with the 7th paragraph. As he spoke with real feeling, I got a vivid picture of the work these two people were doing. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to make their place as worthy members of the community. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. Okay, so എന്താണ്? എ ജെ ക്രോണിൻ കുറച്ച് കൂടുതലായിട്ട് അവരോട് നന്നായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്താ മനസ്സിലായത്? ഡെർലിസിറ്റ് അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടു പോയ അഡോളസൻ്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 12, 13, 14 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികൾ. ഓക്കെ, പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോയ കുട്ടികൾ. ആ കുട്ടികളെ ജുവനൈൽ കോർട്സിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ തിരഞ്ഞെടുത്ത് അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഇനി അവർക്കൊരു തൊഴിലോ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത് സമൂഹത്തിൽ നല്ല ആളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഈ ഹസ്ബൻഡും വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹി ബിക്കം സോ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കപ്പിൾ. സോ ഡോക്ടർ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ലൈഫിൽ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത്? വാട്ട് ഈസ് എ സ്ട്രൈക്കിംഗ് പോയിന്റ് ബിഹൈൻഡ് ദം? വാട്ട് മേക്സ് ദം ടു ഡു ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്?
ഓക്കെ, അപ്പോൾ അവരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. The question had a strange effect upon him. He took a sharp breath and exclaimed, "You still do not remember me?" I shook my head. To the best of my brief belief, I had never in my life seen him before. I have wanted to get in touch with you for many years, he went on, under increasing stress, but I was never able to bring myself to do so. Then bending near, he spoke a few words tensely in my ear. At that, slowly the veils parted. My thoughts spread back a quarter of a century, and with a start I remembered the sole occasion when I had seen this man before. When I was a young doctor at the time, Anne had just set up a practice in a working class district of London. On a foggy November night, towards 1 o'clock, I was awakened by a loud banging on the door. Hurriedly, I threw on some clothes and went downstairs. It was a sergeant of police, in dropping helmet and cape, mistily outlined on a doorstep. A suicide case, he told me abruptly in the loggings around the corner. I had better come at once. Okay, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കപ്പിൾസ് ഇങ്ങനെ സെലക്ട് ചെയ്തതെന്നുള്ള ചോദ്യം, ആ ചോദ്യം ശരിക്കും ഒരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഒരിട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം പോലെയായിരുന്നു അത്. കാരണം ഇത്രയൊക്കെ സംസാരിച്ചപ്പം ആ വന്നിരിക്കുന്ന വ്യക്തികൾ രണ്ടുപേരും വിചാരിച്ചത് ഇദ്ദേഹത്തിന് ഇവരെ മനസ്സിലായിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇവരെ മനസ്സിലായിട്ടുണ്ടോ? അതായത് എ ജെ ക്രോണിന് ഇവരെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എ ജെ ക്രോണിന് ഇവരെ മനസ്സിലായോ? ഇല്ല അല്ലേ? ഒട്ടും തന്നെ മനസ്സിലായിട്ടില്ല. അതിന് കാരണം എന്തായിരിക്കും? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് എന്തോ 1-2 ചെറിയ കാര്യങ്ങൾ അദ്ദേഹം എ ജെ ക്രോണിൻ്റെ ചെവിയിൽ പറഞ്ഞു. സോ അത് കേട്ടപ്പം വളരെ പതിയെ എ ജെ ക്രോണിൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടാനുണ്ടായ ആ സാഹചര്യം എന്ന് മനസ്സിലേക്ക് പതിയെ വന്നു. എന്തായിരുന്നു ആ സാഹചര്യം? ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയാ ഡോക്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്തേ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നിനക്കത് മനസ്സിലായോ? എന്താ ഡോക്ടർ പറഞ്ഞേക്കുന്നേ? ഇദ്ദേഹം ഒരു യങ് ഡോക്ടർ ആയിരുന്ന കാലത്ത്, വളരെ ചെറുപ്പക്കാരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡോക്ടറിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു നവംബർ ഫോഗി നൈറ്റ്, നല്ല മഞ്ഞുള്ള ഒരു നവംബർ മാസത്തിലെ ഒരു ദിവസം രാത്രി 1 മണിയോടടുത്ത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഒരു പോലീസുകാരൻ വരികയാണ് ഒരു സൂയിസൈഡ് കേസുമായിട്ട്. ഓക്കെ, അതായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഈ ചെവിയിൽ കേട്ട കാര്യം. ചെവിയിൽ ആ വന്ന വ്യക്തി പറഞ്ഞ കാര്യം കേട്ടപ്പം എ ജെ ക്രോണിൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ഒരു സംഭവമാണ് ചെവിയിലേക്ക് ഓർമ്മ വന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പം ഓർമ്മ വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. സോ റീഡിങ് ഫ്രം പേജ് നമ്പർ 80. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ അവർ അന്ന് അവിടെ എന്താ സംഭവിച്ചത്, അതായത് പോലീസുകാരൻ വന്നിട്ട് ഒരു സൂയിസൈഡ് കേസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സൂയിസൈഡ് കേസിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കേസ് ഡോക്ടറുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഡോക്ടറെ വന്ന കണ്ട ആള് ഡോക്ടറും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെയാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. നമ്മുടെ സ്റ്റോറി ഏകദേശം മിഡിൽ പോർഷൻ വരെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദോസ് പാസ്റ്റ് ഇയേഴ്സ്. പണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വായിക്കാം അല്ലേ? എല്ലാവരും, എല്ലാ സ്റ്റുഡൻസും പുസ്തകത്തിൽ ശ്രദ്ധിച്ചിരുന്നോളുക. We walked the short distance in silence, even our footsteps muffled by the fog, and turned into the narrow entrance of an old building. As we mounted the cracking staircase, my nostrils were stung by the thick sweat odor of illuminating gas. On the upper story, the agitated landlady showed us to a bare little attic where, stretched on a narrow bed, lay the body of a young man. Okay, അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് ഇവർ പോവുകയാണ്. ആ തണുപ്പുള്ള സമയത്ത്, രാത്രി സമയത്ത് ഇവർ നടക്കുകയാണ്. ഡോക്ടറും പോലീസുകാരനും കൂടെ നടന്നു പോവുകയാണ്. മഫിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ് ആണ്, നിശബ്ദത. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവർ നടക്കുന്ന അവരുടെ ഫുഡ് സ്റ്റെപ്സ് നടക്കുന്നത് പോലും ഭയങ്കര നിശബ്ദമായിട്ടായിരുന്നു. അങ്ങനെ അവർ നടന്ന് ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തി. സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഭയങ്കര ഗ്യാസ് എന്താണ്, ഗ്യാസിൻ്റെ ലീക്ക്, അതിൻ്റെയൊക്കെ ഒരു ഫൗൾ സ്മെല്ല് കേൾക്കാം.
അപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിയിട്ട് അവിടെയുള്ളൊരു ചെറിയ റൂം അവിടെ ഉണ്ടായിരുന്ന ലേഡി കാണിച്ചു കൊടുത്തു. ആ റൂമിലേക്ക് ഡോക്ടർ നോക്കിയപ്പം അവിടെ ഒരു ബെഡിൽ ഒരു ബോഡി, ഒരു ചെറുപ്പക്കാരനായ ഒരാളുടെ, വളരെ യങ് ആയിട്ടുള്ള ഒരാളുടെ ബോഡി ആ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് ഡോക്ടർ കണ്ടു. Although apparently lifeless, there remained the least chance that the youth was not quite beyond recall. With the surgeon's help, I began work of resuscitation. For an entire hour, we labored without success. Despite our most strenuous exertions, it appeared useless. Then, as we were about to give up, the completely exhausted, there broke from the patient a swallow, convulsive gasp. Half an hour of redoubled efforts, and we had the youth sitting up, gazing at us dazedly. Slowly, he seemed to be realizing the horror of his situation. അപ്പോൾ എന്താണ് ഡോക്ടർ ആ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അയാളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു ജോലിയായിട്ടാണ് ഡോക്ടർക്ക് ശരിക്കും ഫീൽ ചെയ്തത്. അയാളെ തിരിച്ച് ഏകദേശം മരണത്തോടടുക്കുന്ന പോലെയാണ്. അത്രയും അയാൾ സഫർ ചെയ്തിട്ടുണ്ട്, അയാൾക്ക് അത്രയും പറ്റിയിട്ടുണ്ട്. സോ അയാളെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും നമ്മളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്, പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഈ ഡോക്ടറും അത് തന്നെയാണ് ചെയ്തത്. അത് ഗീവ് അപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ, തോറ്റു പോകാതെ അയാളെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ആ പോലീസുകാരൻ്റെ സഹായത്തോടു കൂടി ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തു. അവസാനം പേഷ്യൻ്റ്, അതായത് ആ യങ് മാന്, അദ്ദേഹം അയാളുടെ ബോഡി ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു, വിറയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പതിയെ ഇവിടെ നിവർന്ന് ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എത്ര വലിയ ഹൊറർ, എത്ര വലിയ ഭയാനകമായ സിറ്റുവേഷൻ ആണ് ഉണ്ടായത് എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് പോലും. ആസ് ഹി റിഗൈൻഡ് ഹിസ് സ്ട്രെങ്ത് ഹി ടോൾഡ് അസ് ഹിസ് സ്റ്റോറി. അപ്പം നേരെ നിവർന്നിരുന്ന് അദ്ദേഹം നോർമലായി വന്ന ഒരു സമയത്ത്, കുറച്ച് സംസാരിക്കുന്ന ശക്തി, ബലവും ഊർജ്ജസ്വലതയൊക്കെ ആയ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, എന്താണ് സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഹിസ് പേരൻസ് വെയർ ഡെഡ്. An uncle had found him a position as clerk in a London solicitor's office. He had been in the city only 6 months. Utterly friendless, he had fallen victim to the loose society of the streets. He had made bad companions, and like a young fool eager to taste pleasure far beyond his means, had begun to bet on horses. Soon he had lost all his small savings, had pledged his belongings, and owed the bookmaker a disastrous amount. In an effort to recoup, he had taken a sum of money from the office safe for a final gamble that he was assured was certain to win. But this last resort had failed. Terrified of the persecution that must follow, sick at heart, sunk in despair, he had shut himself in his room and turned on the gas. ഇപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ പേരൻസ്, അതായത് ഇപ്പം അപകടം പറ്റി അവിടെ കിടക്കുന്ന ഡോക്ടർ വന്ന് രക്ഷിച്ച ആളുണ്ടല്ലോ, ഓക്കെ, ഈ ആൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ആളാണ് ഡോക്ടറെ മീറ്റ് ചെയ്തിരിക്കുന്ന ആൾ കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഡോക്ടറെ കാണാൻ വന്ന 40 വയസ്സുകാരനായ ബ്ലൂ ഐസ്, നീല കണ്ണുകളുള്ള ആ മനുഷ്യനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ രക്ഷിച്ചെടുത്ത ആ ചെറുപ്പക്കാരൻ. ഓക്കെ, ഇപ്പൊ കഥ കുറച്ചും കൂടെ ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആയുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരൻസ് 2 പേരും മരിച്ചുപോയി. ആകെ ഒരു അങ്കിളാണ് ഉണ്ടായിരുന്നത്, ഒരു കെയർ ടേക്കറെ പോലെ ഒരു അങ്കിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസിൽ, ലണ്ടനിൽ ലോയേഴ്സിൻ്റെ ഒരു ഓഫീസിൽ ഇദ്ദേഹത്തിന് ഒരു ക്ലർക്ക് പൊസിഷനിൽ ഒരു ജോലി അങ്കിൾ വാങ്ങിച്ചു കൊടുത്തു. അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് പറ്റി? നല്ലൊരു ചെറുപ്പപ്രായമായതുകൊണ്ട് എൻജോയ് ചെയ്യണം, ലൈഫ് ആസ്വദിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ആഗ്രഹം കൊണ്ട് അദ്ദേഹം പല പല ട്രാപ്പുകളിൽ വീണുപോയി, പല പല കെണികളിൽ ചെന്ന് വീണു. അതായത് ഹോഴ്സ് ബെറ്റിങ്, കുതിരപ്പന്തയത്തിലൊക്കെ ചെന്ന് പൈസയൊക്കെ വെച്ച് അദ്ദേഹം തോറ്റുപോയി, പൈസയെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം എന്താണ്, ഓഫീസിൽ നിന്ന് വരെ അദ്ദേഹം പൈസ മോഷ്ടിച്ചു. അവസാനം അത് അദ്ദേഹത്തിന് ഒരു ലക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് പറ്റി? ആ ബെറ്റും അദ്ദേഹം തോറ്റുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് വലിയ കുറ്റമാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇനി ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. കാരണം പൈസ മോഷ്ടിച്ചിട്ടുണ്ടല്ലോ.
അപ്പോൾ എന്താണ് ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരാൻ പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എന്തൊരു മണ്ടത്തരമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം സ്വന്തമായിട്ട് റൂമിൽ കയറിയിട്ട് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു അല്ലേ, ഫൂളിഷാണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ. ഒട്ടും ധൈര്യമില്ലാത്ത ആളുകളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്താ ഡോക്ടർ എന്ത് പറഞ്ഞു നമുക്ക് നോക്കാം. A long bar of silence throbbed in the little attic when he concluded his hating confession. Then gruffly the surgeon asked how much he had stolen. 7 pounds 10 shillings. The answer sounded pitiful. For his paltryism he had almost thrown away his life. കുറേ നേരത്തേക്ക് ഒരു വലിയ സൈലൻസ് ആയിരുന്നു, ആരും മിണ്ടിയില്ല. പെട്ടെന്ന് ആ പോലീസ് മാൻ സർജൻറ്റ് അയാൾ എന്ത് ചോദിച്ചു, എത്ര രൂപയാണ് നീ മോഷ്ടിച്ചതെന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു. പറയാണ് 7 pounds 10 shillings. 7 pounds വളരെ ചെറിയ എമൗണ്ട് ആണത്, വളരെ ചെറിയ എമൗണ്ട്. ഓക്കെ, അത്രയും ചെറിയ എമൗണ്ടിന് വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് തുടങ്ങിയത്. There was a pause. The three of us, the surgeon, the landlady and me, as the sole witness of her near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. The surgeon, at considerable risk to his job, resolved to make no report upon the case so that no court proceedings would result. The landlady offered a month's free board until he should get up his feet again, while I, making perhaps the lead contribution, came forward 7 pounds 10 shillings for him to put back in the office safe. The ship moved on through the still darkness of the night. There was no need of speech. With a tender gesture, Mrs. had taken her husband's hand, and as we sit in silence, I could not but reflect that it was the best investment I have ever made in my life. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പം അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു? ആ സർജൻ്റെ, പോലീസുകാരനും ഡോക്ടറായിട്ടുള്ള AJ ക്രോണിനും ആ ലേഡിയും അല്ലേ, പിന്നെ ഈ ബോയും, 4 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം അത് ആ 4 പേർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത്. പോലീസുകാരൻ കുറച്ച് കൈൻഡ് മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് റിസ്ക് ആണ് എങ്കിൽ പോലും അദ്ദേഹം കേസൊന്നും ഫയൽ ചെയ്തില്ല. പിന്നെ ഈ പൊള്ളലേറ്റ ഈ ചെറുപ്പക്കാരന് സുഖമായി അദ്ദേഹം സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ മുറിയിൽ ആ വീട്ടിൽ താമസിച്ചോളാൻ ആ ലേഡി സമ്മതിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഡോക്ടറുടെ ചാൻസ് ആയിരുന്നു. ഡോക്ടർ എന്ത് ചെയ്തു, ആ 7 pounds 10 shillings തിരിച്ച് സേഫിൽ വെക്കാനായിട്ട് സഹായിച്ച പൈസ കൊടുത്ത് ഡോക്ടറും സഹായിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുതിയ ലൈഫ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സംഭവിച്ച ചരിത്രം. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം ഇതാണ്. അന്ന് ഡോക്ടർ പൈസ കൊടുത്ത് രക്ഷിച്ച ആ ചെറുപ്പക്കാരനാണ് ഇപ്പം ഭാര്യയുടെ കൈ പിടിച്ച് ഡോക്ടറുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ച വ്യക്തി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഡോക്ടർക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോ വൈഫിനോ ഒന്നും കൂടുതലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നില്ല. അവിടെയും സൈലൻസ് മാത്രം. പക്ഷെ ആ സൈലൻസിന് ഒത്തിരി അർത്ഥങ്ങളുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ ചെയ്ത ഒരു ചെറിയ കാര്യം, അത് ഒരുപാട് അഡോളസെൻ്റ് ഏജിലുള്ള, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായി ഇതുപോലെ അറിയാതെ തെറ്റുകളിൽ വീണു പോകുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ മാർഗമായിട്ട് അത് മാറി. അപ്പോൾ ഡോക്ടർക്ക് അപ്പോൾ ഫീൽ ചെയ്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മറ്റെന്തിനേക്കാട്ടിലും ഉപരിയായിട്ട് ഈ ചെറുപ്പക്കാരനെ ജീവിതം രക്ഷിക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ദ ഓൾ സ്റ്റോറി. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റോറിയാണ്. AJ ക്രോണിൻ എന്ന് പറഞ്ഞ ഡോക്ടർ, ഫിസിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ചെറിയ കാര്യം, അത് എത്രമാത്രം വളരെ വലിയ നല്ല കാര്യങ്ങൾ ഭാവിയിൽ നടക്കാൻ കാരണമായി, ഡോക്ടർ ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് മാറി എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ സ്റ്റോറി. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. So starting with our first question, have you come across any person with importunate behavior? How did you feel about it? Describe your experience. എന്തെങ്കിലും മോശമായൊരു എക്സ്പീരിയൻസ് എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മിക്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ആൻസർ വെച്ചിട്ടുണ്ട്. Yes, I have come across a person with importunate behavior. I felt very bad about it. This person sells lottery tickets. He goes on pestering me to buy tickets from him. I feel very bad and I have to repeatedly tell him I don't need any lottery ticket. എന്താണ്, ഒരു ലോട്ടറി വിൽക്കുന്നയാൾ ലോട്ടറി എടുക്കാൻ പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മോശം അനുഭവത്തിനുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Why was the narrator not interested in the man who was watching him? എന്തുകൊണ്ടാണ് നറേറ്റർ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആള് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അദ്ദേഹത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. The narrator was not interested in the man who was watching him because he wanted to rest and avoid strangers who would bore him with unnecessary questions. അറിയത്തില്ലാത്ത സ്ട്രേഞ്ചേഴ്സിനെ, അപരിചിതരായിട്ടുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കി ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു നറേറ്റർ. അതുകൊണ്ടാണ് അദ്ദേഹം അത്ര ഇൻട്രസ്റ്റഡ് ആവാതിരുന്നത്. The narrator observed the man and disturbed him vivid terms. How did describe him? എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. He was in early 40s. He was fair in complexion and short. He had clear blue eyes. He had thin hair and large forehead. He wore a dark suit, sober tie and trimless spectacles. All three gave him a look of serious and reservation. So എന്താ പറഞ്ഞേക്കുന്നത്, അദ്ദേഹം 40s ഒരാളാണ്, 40s ഒരാളാണ്. ആൻഡ് ഹി വാസ് ലുക്കിംഗ് ഗുഡ്, നല്ല സുന്ദരനാണ്, പൊക്കം കുറവായിരുന്നു, ബ്ലൂ ഐസ്, നല്ല നീല കണ്ണുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സോഫ്റ്റ് കുഞ്ഞു മുടികളൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിന് ലാർജ് ഫോർഹെഡ്, വലിയ നെറ്റി ഉണ്ടായിരുന്നു, പിന്നെ ഡാർക്ക് സ്യൂട്ടായിരുന്നു, പിന്നെ റിംലെസ് സ്പെക്ടക്കിൾസ്, വരകളൊന്നും ഇല്ലാത്ത ഒരു കണ്ണാടിയുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ജെന്റിൽ ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. Question number 4. Why did the narrator notice the fellow voyager the next day? എന്തുകൊണ്ടാണ് അവിടെ ആ സഹയാത്രികൻ അല്ലെങ്കിൽ വോയേജർ എന്ന് പറഞ്ഞാൽ കൂടെ യാത്ര ചെയ്തിരുന്ന ആള് അദ്ദേഹത്തെ അടുത്ത ദിവസം ശ്രദ്ധിച്ചതെന്നാണ്. The narrator noticed the fellow voyager the next day because he was watching the narrator very earnestly for him deck chair when he come and introduced himself handing over a visiting card. എന്തുകൊണ്ടാണ് അടുത്ത ദിവസം ശ്രദ്ധിച്ചത്? വളരെ സീരിയസ് ആയിട്ട് നറേറ്ററിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാർഡ് തന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ തമ്മിൽ ശ്രദ്ധിച്ചത്. Question number 5. What was the purpose of the visit of the voyager and his wife to America? വോയേജറും വൈഫും അമേരിക്കയിൽ വന്നത് എന്തിനാണ്? The purpose of their visit was to learn about some of the summer recreational camps for young people there. They also visited settlement houses in New York and other cities. They wanted to study the methods used in dealing with backward, maladjusted and delinquent youth. എന്താണ്, നമ്മൾ കുറേ തവണ പറഞ്ഞ കാര്യമാണ് അല്ലേ? അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവിടെയുള്ള യൂത്ത്, അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ക്യാമ്പായിരുന്നു. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിലും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഈ യൂത്ത്, അവരെ എങ്ങനെയാണ് സൊസൈറ്റി കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പഠിക്കുക, മനസ്സിലാക്കുക. ഇതിനു വേണ്ടിയൊക്കെയായിരുന്നു വോയേജറും വൈഫും അമേരിക്കയിലേക്ക് വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. I found liking him instinctively. Why? അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ടാണെന്നാണ്. I found liking him instinctively because there was much enthusiasm in his voice, manner and his personality. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചയിൽ അദ്ദേഹം വളരെ ജെന്റിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്. 7. Why did Cronin learn about the man after questioning him further? അദ്ദേഹത്തെ ക്രോണിൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയല്ലോ, പരിചയപ്പെട്ടല്ലോ. എന്താണ് മനസ്സിലാക്കിയെന്നുള്ളതാണ്. He learned that the man and his wife had been active for the past 15 years in the field of youth welfare. യുവാക്കളുടെ ഒരു സംരക്ഷണത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടി 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. He was a solicitor by profession, but in addition to this practice in courts, he found time to act as the director
of a charitable organization devoted to the care of boys and girls who were punished by the courts. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ്, അത് കൂടാതെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ പണിഷ്ഡ് ആവുന്ന ബോയ്സിനും ഗേൾസിനെ അവരെയൊക്കെ ഒന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. How did the couple help derelict adolescents to learn normal life? എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിലൊക്കെ ചാടിയ ഈ അഡോളസൻസിനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ്. They took the illicit adolescents from the juvenile courts and placed them in a healthy environment. ആദ്യം അവരെ നല്ലൊരു ഒരു അന്തരീക്ഷത്തിൽ താമസിപ്പിക്കും. They healed them in mind and body and sent them back to the world. മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും അവരെ ഒന്ന് റെഡി ആക്കിയെടുത്തതിന് ശേഷമാണ് അവരെ തിരിച്ചുവിടുന്നത്. They were giving training in some more handicrafts so that they could live as worthy citizens. ചില ഹാൻഡിക്രാഫ്റ്റ്സ്, ചില കാര്യങ്ങളൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ നുറുക്ക് വിദ്യകളൊക്കെ അവരെ പഠിപ്പിച്ചാണ് വിടുന്നത്. അപ്പം അങ്ങനെ കൂടെ ആകുമ്പം എന്താണ്, അവർക്ക് നല്ല ആളുകളായിട്ട് വരാനായിട്ട് പറ്റും. 9. What did Cronin mean by the expression the veils parted? Veils parted എന്ന് പറഞ്ഞാൽ എന്താണ്? The man told him the incident 25 years ago when Cronin had helped him. Now Cronin remembered everything. The veils parted. Now he know why the man has been talking to him. എന്ന് പറഞ്ഞാൽ എന്താണ്? 25 വർഷം മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഓർമ്മ വന്നു. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. Question number 10. I was awakened by a loud banging on the door. Who was banging on the door? Why? ഒരു വലിയ ശബ്ദം, ഡോറിലൊരു വലിയ അടിക്കുന്ന വലിയൊരു സൗണ്ട് കേട്ടാണ് A.J. ക്രോണിൻ ഉണർന്നത്. അപ്പോൾ അത് എന്തായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. A sergeant of police was banging on the door. ഒരു പോലീസുകാരനായിരുന്നു ഡോറിൽ കൊട്ടിയത്. There was a case of attempted suicide and he had come to call Cronin as he is a doctor. അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഒരു സൂയിസൈഡ് കേസ് ഒന്ന് നോക്കാൻ വേണ്ടി ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പോലീസുകാരൻ അവിടെ വന്നത്. ഓക്കെ, വാട്ട് ഡിഡ് ദ ഡോക്ടേഴ്സ് ടു സേവ് ദ ലൈഫ് ഓഫ് ദ യങ് മാൻ? ഡോക്ടർ എന്താ ചെയ്തേ ആ യങ് മാൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സർജൻ ദ ഡോക്ടർ ബിഗാൻ ടു വർക്ക് ഓഫ് resuscitation. They labored hard for an entire hour. As they were about to give up, the young man started breathing and soon he was sitting up. എന്തായത്? ആ മണിക്കൂറുകളോളം നീണ്ട ഒരു പരിശ്രമമായിരുന്നു അവരുടേത്. കുറേ മണിക്കൂറുകൾ അവരിങ്ങനെ ട്രൈ ചെയ്തു ഇവരെ രക്ഷിക്കാൻ വേണ്ടി. അവസാനം അയാളുടെ ബ്രീത്തിങ് ഒക്കെ, ശ്വാസങ്ങളൊക്കെ നേരെയായി അദ്ദേഹം അവിടെ എഴുന്നേറ്റ് ഇരുന്നു. Utterly friendless, he had fallen victim to the loose society of the streets. What does the author mean by this statement? ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. The young man was without friends and slowly he got into the bad company. അയാൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ പിന്നീട് അയാൾക്ക് കുറേ ചീത്ത കൂട്ടുകെട്ടുകളാണ് ഉണ്ടായത്. He started living a life beyond his means. He began to bet on horses and it ruined him. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത, ശീലമില്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് എന്ത് പറ്റി? ഹോഴ്സ് ബെറ്റിംഗ്, കുതിരപ്പന്തയൊക്കെ വെച്ച് അദ്ദേഹം അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് നാശവും നഷ്ടവും ഒക്കെയാണ്, പരാജയമൊക്കെയാണ് ഉണ്ടായത്. ഓക്കെ, ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം? മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. Why did the young man try to commit suicide? അയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്തിനാണ്? He had lost heavily on horse betting. To recover his losses, he decided to make a final bet. For that, he had no money, and so he stole money from the safe where he was working. He lost that bet also. He knew he would be caught, and so he decided to commit suicide. ബെറ്റ് ഹോസിങ് ഒക്കെ വന്നു, കുതിരപ്പന്തയൊക്കെ വെച്ച് കാശെല്ലാം കളഞ്ഞു. അവസാനം ജോലി ചെയ്യുന്നിടത്തും കൂടെ പൈസ മോഷ്ടിച്ചു, ആ പന്തയവും തോറ്റു. അപ്പോൾ എന്ത് പറ്റി? മോഷ്ടിച്ചതിന് പോലീസ് പിടിക്കും. അതെല്ലാം കൂടി ഓർത്തപ്പം സൂയിസൈഡ് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ട് പേടിച്ച് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. Okay. 14. Why does the author say that it was the best investment he had ever made? ഓതർ ചെയ്ത ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? He had made many investments for material gain, but he had lost. The losses brought him only anxiety, disappointment, and frustration. But here he made a small investment that changed the life of a man who has become an excellent citizen doing service to the
സൊസൈറ്റി. പൈസ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഥർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എന്താണ്, ഒന്നും നല്ലതായി വന്നില്ല. അപ്പം അദ്ദേഹത്തിന് ദേഷ്യവും അരിശവും ഒക്കെയാണ് ഉണ്ടായത്. പക്ഷെ എന്താണ്, ഒരു ലാഭം പ്രതീക്ഷിക്കാതെ അദ്ദേഹം ചെയ്തൊരു ഹെൽപ്പ് ഒരു വലിയ ചേഞ്ചിന് കാരണമായി. ആ മനുഷ്യൻ്റെ ചേഞ്ച് മാത്രമല്ല, അദ്ദേഹം കാരണം നൂറുകണക്കിന് ആളുകളുടെ ഒരു വലിയ ചേഞ്ച് പോലും ശരിയായി. 15. The surgeon, the landlady and the narrator helped the young man complete the following table. Okay. So persons who helped Mr. John. എന്താണ് നമ്മുടെ ആളുടെ പേര്? മിസ്റ്റർ ജോൺ ആൻഡ് വൈഫ്. മിസ്റ്റർ ജോണിനെ ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരൊക്കെ ഹെൽപ്പ് ചെയ്തു? സർജൻറ്റ്, ലാൻഡ് ലേഡി ആൻഡ് നറേറ്റർ. ഇനി ഹൗ ദേ ഹെൽപ്ഡ്, അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? Not reporting. The surgeon not reporting the case. Landlady offered a month's free board. Narrator gave him 7 pounds and 10 shillings to put back in the office safe. ഇത്രയാണ് ഇവരുടെ 3 പേരുടെ ഹെൽപ്പ് എന്ന് പറയുന്നത്. ഇനി ദ റിസ്ക് ഇൻവോൾവ്, അവർ ചെയ്ത ഹെൽപ്പിൽ അവർക്കുണ്ടായിരുന്ന റിസ്ക് എന്താണ്? ദ സർജൻ മേ ലോസ് ഹിസ് ജോബ്. ദ ലാൻഡ് ലേഡി മേ നോട്ട് ഗെറ്റ് ദ മണി. And the narrator, he is not sure if he will put it back in the safe or however he loses the money. എന്ത് വേണമെങ്കിലും സംഭവിച്ചാൽ ആർക്കും ഉറപ്പുണ്ടായിരുന്ന കാര്യമൊന്നുമല്ല. ബട്ട് ദീസ് 3 people helped the young man, മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോണിനെ ഇവര് ഹെൽപ്പ് ചെയ്തു. ഇതാണ് ഇവർ 3 പേരും ചെയ്ത ഹെൽപ്സും അതിന് റിസ്ക്കും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആണ്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്? As usual we have to complete our activity sections. So let's move to the activities. So let's start with our first activity. How does the writer contrast the past and present lives of Mr. John? Pick out appropriate sentences, expressions from the story and complete the following table. മിസ്റ്റർ ജോണിൻ്റെ ഒരു പാസ്റ്റും പ്രസൻറ്റും പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ്. പാസ്റ്റ്. The young man had fallen victim to loose society of the streets. He started betting on horses. He lost all his savings and pledged his belongings. He took money from the office safe. To commit suicide, he had turned on the gas and shut himself in the room. In present. Interested in studying the methods employed in dealing with cases of backward, maladjusted and delinquent children. He is a solicitor by profession. He visits summer recreational camps and settlements in New York. He is active in the youth welfare. He is working as a director of the charitable organization which tries to resettle delinquent children. ഓക്കെ, നമ്മൾ ആ സ്റ്റോറിക്കകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇത്. ഒരു പാസ്റ്റും പ്രസൻറ്റും പിക്ചർ തരാണ്. ആരുടെ? മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോൺ ആരാണ്? ഡോക്ടർ എ.ജെ. ക്രോണിനെ കാണാൻ വന്ന ആ വോയേജർ, വിസിറ്റർ. ഓക്കെ, ക്ലിയർ. മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. Do you think the title, The Best Investment I Ever Made, is appropriate to the story? Why? Consider the following questions. What does the word investment mean with a special reference to the story? In the story, the word investment means help the narrator give the boy who was in trouble. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റിന്റെ മീനിങ് പറഞ്ഞേക്കാനാണ് പറയുന്നത്. സ്റ്റോറിയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലത്തിലായ ബോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹെൽപ്പാണ് സ്റ്റോറിയിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ്? Investment means the process of putting money for getting profit, like buying shares or starting a business or company. എന്താണ്? പ്രോഫിറ്റിനെ മറികടന്നുകൊണ്ട്, പ്രോഫിറ്റ് എന്ന് ഉള്ളതിനപ്പുറം പുതിയതായിട്ടൊരു ബിസിനസ്സോ ഷെയറോ വാങ്ങിച്ചു തുടങ്ങുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Why does the narrator describe his investment as the best? The narrator describes his investment the best because it changed the life of a man with 7 pounds and 10 shillings.
The narrator changed a bad boy into a solicitor and the director of a charitable organization doing the work of rehabilitating delinquent children. എന്താ പറഞ്ഞേക്കുന്നേ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്, ഡോക്ടറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബെസ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഡോക്ടറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് 7 pounds and 10 shillings ആണ്. അതുകൊണ്ട് ഒരു ബോയുടെ ലൈഫ് മാത്രമല്ല, ഒരു ഫ്യൂച്ചർ ജനറേഷനിലേക്ക് തന്നെ ഒരു ഹെൽപ്പ് പോലെയാണ് ഡോക്ടർ ചെയ്തത്. സോ അയാൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബെസ്റ്റ്, വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഈസിയാണ് അല്ലേ? ആക്ടിവിറ്റി ഈസിയാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈസിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വൺ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഫോർത്ത് ആക്ടിവിറ്റി. തേർഡ് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് ആക്ടിവിറ്റി എന്താണ്? നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Now we are going to do the fourth activity. Prepare a speech on the topic self-help is the best help. എന്താണ്? സ്വന്തം ഹെൽപ്പ്, അവനവനെ തന്നെ മനസ്സിലാക്കി പ്രൊമോട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത്. So let's do it. Respected principal, teachers and my dear students, today I am going to talk on the topic self-help is the best help. We all heard about the story of John. John's parents were dead. His uncle helped him to get the job of a clerk in a London lawyer's office. He had no friends and he fell into bad company. He started enjoying pleasures beyond his means. He started betting on horses. Soon he lost all his savings. In an effort to get money, he stole some money from his office safe to make a final bet. But again, he lost. He now wanted to commit suicide. He went to the room and turned on the gas. A doctor was called and attended to him as he was found unconscious. There was also a policeman as well as the landlady of John. The doctor soon revived him. John told them his story. The doctor, the policeman, and the landlady felt pity for him and they agreed to help him. The doctor gave him the money to replace what he took from the office safe. The policeman would not report against John. The landlady would give him a month's free board. John changed completely. He worked hard and for become a success in life. Now he and his wife are helping children with problems to settle in life. John learned to help himself and others. Self-help is the best. If you are determined to succeed, no one can stop you. Where there is a will, there is a way. എന്താണ് ഈ സ്പീച്ചിൻ്റെ ആദ്യ ഭാഗം? നമ്മുടെ സ്റ്റോറി തന്നെയായിരുന്നു. മിസ്റ്റർ ജോണിൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ജോണിൻ്റെ ലൈഫിൽ ജോൺ ഹാർഡ് വർക്ക് ചെയ്ത് ആണ് ലൈഫിൽ സക്സസ് ആയത്. ഓക്കെ, അതുപോലെ തന്നെ ജോൺ എന്ത് ചെയ്തു? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. സോ ഇഫ് യു വോണ്ട് ടു ബി എ ബെസ്റ്റ് പേഴ്സൺ ഓർ ഇഫ് യു വോണ്ട് ടു ബി സക്സസ് ഇൻ ലൈഫ്, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലതാവണമെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു വഴി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ സ്പീച്ചിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി ആക്ടിവിറ്റി 6. ഗോ ത്രൂ ദ ഫോളോയിങ് ഡയറി എൻട്രി. ഈ സെയിം ഡയറി എൻട്രി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ പ്ലീസ് ലിസൺ ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക്. Saturday, 23rd August. What a terrible experience. At that moment of despair, I tried to embrace death. Hope came in the form of the surgeon and the doctor. They saved my life. The landlady also helped me. I will never again follow that dark and evil life of mine. Definitely, I will change. Just like the doctor, the surgeon and the lady, I will also try to change the lives of many, thus bringing light to others. Now I see that the light never fades out. So this is a sample diary entry from your textbook. Now the questions. At which period of his life do you think Mr. John wrote this diary entry? Why? So ഏത് ടൈമിലാണ് ജോൺ ഈ ഡയറി എൻട്രി എഴുതിയെന്നാണ് ചോദിക്കുന്നത്. വൈ മീൻസ് കാരണം, റീസൺ, എന്തുകൊണ്ടാണ് അതെന്നുള്ളത്. He wrote this diary entry after he was saved and helped by the surgeon.
The doctor and the landlady. Soon John realized his mistake. He knew that suicide is not the answer to problems. He decided to succeed in life and help the backward, maladjusted, and delinquent children to live normal lives. Imagine that Mr. John, after meeting the narrator for the second time, writes his diary. What would be the possible diary entry? Write down. മിസ്റ്റർ ജോൺ പ്രോബ്ലം ഉള്ള സമയത്ത് എഴുതിയ ഡയറി എൻട്രിയാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ. ഇനി ഡോക്ടറിനെ സർജൻറ്റിനെയൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം പ്രോബ്ലം ഏകദേശം സോൾവ് ആയതിനു ശേഷം ഒരു ഡയറി എൻട്രി എഴുതുവാണെങ്കിൽ ഹൗ വിൽ ബി ദ ഡയറി എൻട്രി? സോ മൂവിങ് ടു ദി ആൻസർ. Sunday, 27 September. Today is one of the happiest day in my life. For almost 25 years, I had been trying to find out this man who had changed my life. This man, this doctor, had not only revived me after my suicide attempt, but also gave me the money to put back into the place from where I had stolen it. He is not just a man, but an angel for me. Without his help, I would not have been dead. Today I met him while I was returning from the States. This doctor has grown slightly old, but the cheerful expression is still on his face. I recognized him at the first look, but he did not recognize me. So I went and told him who I was and how he had helped me for 25 years ago. He was happy to see me and hear about my work. I was also extremely pleased to meet him. I pray God here should more and more persons like him in this world. എന്താ പറഞ്ഞേക്കുന്നേ? കുറേ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടറെ മീറ്റ് ചെയ്തു, ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ആയി. എന്താണ് ഡോക്ടർക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത്? ആകെ ഈസ് ബിക്കം മച്ച് മോർ ഓൾഡർ. കുറച്ചുകൂടെ വയസ്സായെന്നേ ഉള്ളൂ. പഴയ എക്സ്പ്രഷൻസും ആ എനർജറ്റിക് ലെവലും എല്ലാം സെയിം ആണ്. ഓക്കെ, അതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി ലാംഗ്വേജ് ആക്ടിവിറ്റി സെക്ഷൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So, activity 2. Words are classified into two classes: closed word classes and open word classes. When we say closed word classes, we mean those classes to which no more new words will be added. Thus, determiners, pronoun, prepositions, and conjunctions are closed word classes. Open word classes are nouns, verbs, adjectives, and adverbs. New words are added to these categories. That is why they are called open word classes. Here is a passage in the text. It contains both closed word classes and open word classes. Pick out the words and decide to which category they belong. Okay, so ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ടു ടൈപ്പ് ഓഫ് വേർഡ് ക്ലാസ്സസിനാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസും രണ്ടാമത്തേത് ഓപ്പൺ വേർഡ് ക്ലാസ്സസുമാണ്. ഓക്കെ, ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വെർബ്, ഇത്രയാണ് ഓപ്പൺ വേർഡ് ക്ലാസ്സസ്. ക്ലോസ്ഡ് വേർഡ് ക്ലാസ് ഏതൊക്കെയാണ്? ഡിറ്റർമിനേഴ്സ്, പ്രോനൗൺസ്, പ്രൊപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇത്രയാണ് ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാസേജ് ഉണ്ട്. ആ പാസേജ് നോക്കിയിട്ട് അതിലെ ക്ലോസ്ഡ് വേർഡ്സിനെ ഓപ്പൺ വേർഡ്സിനെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസിനെ നമുക്ക് എഴുതാം. ഏതൊക്കെയാണ്? ഡിറ്റർമിനേഴ്സ്. നമ്മുടെ ടെക്സ്റ്റിലെ ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണ് ആ പാസേജിൽ വന്നിരിക്കുന്നത്? ദ, വൺ, എവരി. പ്രോനൗൺ ഐ, മീ, ഹിസ്. പ്രൊപ്പോസിഷൻ ഓൺ, ഔട്ട്, ഫ്രം, ഓഫ്, വിത്ത്, ടു. കൺജങ്ഷൻസ് വൈൽ, ദാറ്റ്, ആൻഡ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഓപ്പൺ വേർഡ് ക്ലാസ്സസ്. ഓപ്പൺ വേർഡ് ക്ലാസ്സസ് ഏതൊക്കെയാണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു നൗണ്, അഡ്വെർബ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നൗൺസ് ഏതൊക്കെ നൗൺസ് ആണ് ആ പാസേജിലുള്ളത്? ഡേ, ന്യൂയോർക്ക്, പ്രൊമിനേഡ്, ഡെക്ക്, പാസഞ്ചേഴ്സ്, ഗേസ്, ടൈം, ടീഡിയം, ഷിപ്പ് ബോർഡ്, കോൺടാക്ട്സ്, സൈൻ, മാൻ. ദെൻ വെർബ്സ്: മേക്കിംഗ്, ബിക്കം, വാസ്, വാച്ചിങ്, following, past, wanted, rest, avoid, gave, having, noticed. Adjective: round, second, aware, casual, importunate, no adverb, suddenly, closely. So ഇത്രയാണ് നമ്മുടെ പാസേജിലെ ഓപ്പൺ വേർഡ് ആൻഡ് ക്ലോസ്ഡ് വേർഡ് വേർഡ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഈസി ആണല്ലേ? ഏതൊക്കെയാണ് ക്ലോസ്ഡ് വേർഡ്സും ഏതൊക്കെയാണ് ഓപ്പൺ വേർഡ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം അതിൽ ഏതൊക്കെ വേർഡ്സ് ആണ് അവിടെ വരുന്നത് നോക്കുക, അത് അതിന്റെ ഹെഡിങ്ങിന്റെ താഴെ എഴുതുക, ഓരോരോ കോളത്തിൽ എഴുതുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ദ തേർഡ് ലാംഗ്വേജ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് 86 എടുത്ത് കഴിയുമ്പം റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസേജ് അവിടെ തന്നിട്ടുണ്ട്, കുറേ സെന്റൻസസ്. ഓക്കെ, see that the some of the words are highlighted in the sentences. ആ സെന്റൻസസിൽ കുറേ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർഡിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം, എന്നിട്ട് അതിന്റെ റൂട്ട് വേർഡ് ഏതാന്ന് എഴുതണം, എന്നിട്ട് അതിൽ ആഡ് ചെയ്തിരിക്കുന്ന സഫിക്സ് എന്ന് എഴുതണം. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേർഡ്, അറ്റ് ദി എൻഡ് ഓഫ് വേർഡ്സ്, വേർഡിന്റെ അവസാനം ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. റഫ്യൂസൽ, അതിന്റെ റൂട്ട് വേർഡാണ് രണ്ടാമത് വായിക്കുന്നത്. റഫ്യൂസ്. റഫ്യൂസിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് റഫ്യൂസൽ ആയത്? AL ആഡ് ചെയ്തു, ഈ മാറ്റി AL ആയി. അപ്പൊ റഫ്യൂസ് പ്ലസ് AL ആണ് ഇവിടെ വന്നിരിക്കുന്ന ആൻസർ, റഫ്യൂസൽ. ക്ലിയർ? എങ്ങനെയാണ് നോക്കിക്കേ. എനർജി പ്ലസ് ISE, energize. കണ്ടോ? ഓക്കെ, then race plus ism, racism. then free plus dumb, freedom. then music plus L, musical. threat EN, threaten. okay, creative plus Eve, creative. okay, then protect plus or, protector. argue plus mend, argument. diffident plus C, diffidence. light plus N, light, enlighten. awkwardness, organization. ഓക്കെ, ഈ വേർഡ്സ് എല്ലാം എന്താണ്? ഈ വേർഡ്സിന് ഈ നടുവിലുള്ള കോളം എന്ന് പറയുന്നതാണ് അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? അതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്ന സഫിക്സും അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് പുതിയതായിട്ട് വന്ന വേർഡുമാണ്. ഓക്കെ, ഈസി ആണല്ലേ? ഒരു വേർഡ് എക്സസൈസ് ആയിരുന്നു അത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് സെക്ഷൻ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാണ്. നമ്മുടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ വീണ്ടും പറയാണ്. നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പേര് എന്നായിരുന്നു? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി അനക്ഡോട്ട്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ് ബൈ AJ Cronin. What are the content? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? Who were the characters? Before that we have discussed about the characters. ആരൊക്കെയായിരുന്നു characters? AJ Cronin, the landlady, the policeman, the youngster Mr. John and his wife. 5 characters ആണ് നമുക്ക് സ്റ്റോറിയിലുള്ളത്. 25 years മുമ്പ് ഡോക്ടർ AJ Cronin ലൈഫ് സേവ് ചെയ്ത ഒരു യങ്സ്റ്റർ. ആൻഡ് എന്താണ് അതിന്റെ കൂട്ടത്തില് അദ്ദേഹം ഇന്ന് ഒരു സോഷ്യൽ വർക്കർ ആയിട്ട് മാറി, അല്ലേ? അത്ര കാര്യങ്ങളായിരുന്നു നമ്മുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്. Then we discussed all the question answers, important activities. We have finished everything. Okay, I hope you understand everything. എല്ലാ ക്ലാസ്സിലും പറയാനുള്ള കാര്യമാണ്, if you have any doubts please comment. Okay, you will get all the doubts cleared here. Okay, so take care of yourself. See you in next class with another beautiful poem. Bye bye.